ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട്. എന്താ ഫിഷാണ് വാങ്ങിച്ചത് കിര? ഏരി ഫിഷ്. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇതാണ് സാധനം. കട അവധിയായിരുന്നു, അതുകൊണ്ട് നമുക്കിപ്പോ ഏരിയാണ് കിട്ടിയത്. ശരി എന്നാ ഓക്കെ. അപ്പൊ നമ്മള് ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല കൂട്ട് സനു റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഈ മിക്സിന് കരിവേപ്പിലയുണ്ട്, ഉള്ളിയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി, വിനാഗിരി വെളിച്ചെണ്ണ. നീ എന്നാ പറ? മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ബെസ്റ്റ്. അത് പിന്നെ കാശ്മീരി ചില്ലി. ഓക്കെ, ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ അപ്പൊ ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് അതിനെ പറയുന്നത്, മാരിനേറ്റ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലൈവായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം ആദ്യം കണ്ടു പഠിക്കാന്നുള്ള ഇതില് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. കണ്ടു പഠിച്ചിട്ട് ചെയ്യില്ലോട്ടോ ഗൈസ്, ചെയ്യാനുള്ള പരിപാടിയൊന്നുമില്ല, വെറുതെ കണ്ടു പഠിക്കുക. ഇതെല്ലാം അച്ഛനറിയാം, പിന്നെ ഞാൻ ഇതിനെ നമ്മളിപ്പോ എല്ലാവരും ഒരു ഗ്രൂപ്പ് വർക്ക് പോലെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പൊ ഓരോരോ പാർട്ടായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഇപ്പൊ സമയം എത്ര മണിയായി? ഇപ്പൊ ഈവനിങ് ആവാറായി. സർവമായ. ഓക്കെ, അപ്പൊ നമ്മൾ വൈകുന്നേരം സിനിമയും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിച്ചതിന് ശേഷം അപ്പോ സനു ആണ് ഇന്ന് ഫിഷ് ക്ലീൻ ചെയ്യുന്നത്. ഓൾറെഡി കുറച്ച് ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ സനുവിന് ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് അറിയാന്നുള്ളത് കൊണ്ട് സനു ഒന്നുകൂടി ഒന്ന് നീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കണ്ടോ ഫിഷിന്റെ അകം കണ്ടു. ഏരി അല്ലേ ഇത്? ഏരി ഫിഷ്. അതില്ല, ഓറഞ്ച് കളറൊക്കെ കളഞ്ഞ് ഇതൊക്കെ എന്ത് നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതൊരു മീനാ, ഇതുണ്ടോ ഇങ്ങനെ തുറക്കണം. അനാട്ടമി കണ്ടോ ഇങ്ങനെയാണ് പല്ലുകൾ. അപ്പൊ ഇതാണ് നമ്മള് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളപ്പോ ഫിഷ് കുറച്ച് ക്ലീൻ ചെയ്തു. വര ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ കൺട്രോൾ ഇടാൻ വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. പക്ഷെ സനൂന് ചെയ്യണം, അതെ സനൂന് ഇത് ചെയ്യണം എന്നുള്ളൊരു വാശിപ്പുറത്താണ് ഞാൻ എന്നാ ചെയ്തോ ഓക്കെ എന്നുള്ളൊരു തീരുമാനത്തിൽ. എന്താ സനു അങ്ങനെയാ? ഇനി രണ്ടുപേരുടെ വരാനുണ്ട്. മുന്നേ പറയാം, അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ വൈന് സെറ്റ്. വൈനവിടെ വൈൻ കാണിക്ക. വൈൻ പൊട്ടിക്കാൻ പോവാണ്. പൊട്ടിച്ചോ? അപ്പൊ മസാല അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല പരുവായിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കിനി എല്ലാം ചേരുവയും ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. സൂപ്പർ സൂപ്പർ. അല്ലേ അതെനിക്കറിയാലോ മീനെ പൊട്ടി. നന്നായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് സനു. ഇവിടെ നമ്മുടെ മസാല കൂട്ടുമായിട്ടുണ്ട്. അച്ഛനാണ് മസാല പുരട്ടുന്നതാണ്. ഇതിന്റെ കളർ ഇങ്ങനെ മാറി വരും നമ്മൾ സാധനം പിടിച്ചില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പുരട്ടിക്കോളാം. ഇച്ചിരി എരിവ് കുറവാണെങ്കിൽ നമ്മളെ പറയാമോ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങോട്ട് പോരട്ടി നല്ല പോരട്ടി വെക്കാൻ ഇതിന്റെ അകം പുരട്ടണം. നിങ്ങൾക്ക് കൈ നേറുന്നില്ലേ? കൈ നേറുന്നില്ലേ? നല്ല മുളക് കൂടി तुमसे मिलने के बाद ഇതെല്ലാം പർച്ചേസ് ചെയ്ത ഐഡിയ മൊത്തം എന്റെയാണ് ഗൈസ്.
ഈ പ്ലാനിങ് മൊത്തം എന്റെയാണ്. ചിലപ്പോ തോന്നും നീ വലിയൊരാളാണ്. ഓഹോ, സത്യത്തില് നീ ആരാ? എന്ത് ചെയ്യണം, that's too cruel, okay? ആ മീനിനെ പതുക്കെ ഇടും. കേട്ടോളെ എന്തൊക്കെയാ കാണിക്കുന്നത് നോക്കി. അറിയാമോ? ഇതിനകത്തേക്ക് പോകാൻ മസാല ബാക്കി മൊത്തം പെരട്ടൽ മത്സരം. അതായത് പെരട്ടിയത് കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മൾ മൊത്തം ഇപ്പൊ ഗ്രില്ല് ചെയ്ത് നല്ല പരുവമാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞു അരമണിക്കൂർ നേരം ഇത് അരമണിക്കൂർ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം വെക്കണം അത്ര നേരം വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. മസാല പിടിക്കാത്ത നമ്മളൊരു അരമണിക്കൂർ വെക്കുള്ളൂ. കാരണം നമുക്ക് ഈ സമയം ഇഷ്ടംപോലെ ഉണ്ട്. ഇത് പൊരിച്ചെടുത്ത് കഴിഞ്ഞ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആരുടെ മസാലക്കൂട്ടം നമ്മളിപ്പോൾ മീൻ വറക്കാൻ പോകണം. മസാല വെക്കാൻ പോവാ. പുരട്ടി കഴിഞ്ഞ് ഇനി ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഫ്രിഡ്ജിൽ വെക്കണം. അപ്പൊ മസാല കൂട്ടല്ലോ നമുക്ക് മനസ്സിലായല്ലോ. കുട്ടിയോ ഒരു ഹാഫ് ആൻ അവർ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. ശരിക്കും എത്ര നേരം വെക്കണം അത്ര നേരം വെക്കണം. അത്രത്തോളം മസാല പിടിക്കും. മസില് പിടിച്ചിട്ട് തന്നെയാണ് തലയില് വീണത് രക്ഷയായി. വൈദ്യൻ എന്ത് പറഞ്ഞു? വെള്ളം നനയാൻ പാടില്ലെന്ന്. വണ്ടി അമ്മ മഴക്കാറിനു അത് വണ്ടിയുടെ ഇപ്പൊ കുഞ്ഞിക്ക് പ്ലം കേക്ക്. ഫൈനലി വി ഗോട്ട് ടീ. എന്റെ കെട്ടിയാണ് പാമ്പ്. അത് വീശിക്കോ. ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. അതെന്താ ചെയ്യണോ? ക്യാമറ ഓൺ ആകാനൊന്നും വിട്ടില്ല. ചെടിച്ചെടി തട്ടിയിടുന്നു. വീശി കൊടുക്കാന്ന് പറഞ്ഞു. പുക വായി പോകൂടാ. എല്ലാം ഇത് എത്രയും ചെയ്തെടുത്ത തീരായ്ക്കും ചിരട്ട കത്തിച്ച കുഞ്ഞിക്ക് കവറുകൾക്കും പിന്നെ ആദുവിന്റെ പ്രയത്നം കൊണ്ടാണ് ഇത്രയും ഒരു തീ ഇവിടെ ഉണ്ടായത്. കാറ്റ് കിട്ടിയത്. അതും തരും. ഇപ്പൊ തരാം. എല്ലാം അറിയാം അച്ഛന്. ഫ്രിഡ്ജില് വെച്ചിരിക്കുന്ന നമ്മുടെ മീന് മാരിനേറ്റ് ഗൈസ്. ഇനിത് മടക്കം ഇതിനെയാണ് ചേർത്ത് അടുപ്പിച്ച് വെക്കും. അവര് വല്ല ആയിക്കോട്ടെ. അതല്ല മടിയൻ മല ചുമക്കുന്നു. ഇത്രയും പരിപാടി ചെയ്ത് പുറകെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഗ്രില്ല് വെക്കാൻ പോകണം. എല്ലാരും വിളിക്കേ. കല്യാണം എല്ലാരും സമ്മതത്തോടെ ഗ്രില്ല് വെക്കട്ടെ. ഗ്രില്ല് വെക്കട്ടെ. മധുരം കൊടുക്കട്ടെ. എല്ലാ മീനും ഒരുമിച്ച് സാരി പറഞ്ഞ പ്രകാരമാണ് വെച്ചാൽ എനിക്ക് 2 മീൻ വെച്ചാൽ കൊള്ളാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഊതണ്ട. ഒത്തിരി പുക കേൾക്കാൻ ഇലക്ക് ലീക്ക് ഉണ്ട്. അതുകൊണ്ട് അത് ഇത്രയും ഇല കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മീനിന്റെ പരുവം നോക്കാം. എനിക്കത് പൊക്കാൻ അറിയില്ല. എങ്ങനെയുണ്ട് മീനിന്റെ പരുവം? കുറച്ച് ആ റിങ് താഴോട്ട് വലിക്കുക. ഇത് എവിടെ കേറി പോവോ? അതന്നെ, അത് വലിച്ചാൽ മതി. അത് വലിച്ചാൽ പറ്റിക്കുന്നു. അവള് വീണ്ടും പറ്റിക്കുന്നതാ. സെറ്റപ്പ് ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങി. സത്യം കൊണ്ടൊക്കെ സെറ്റായിട്ട് എടുക്കാൻ കരിഞ്ഞൂന്ന് തോന്നും, പക്ഷെ കരിഞ്ഞതല്ല. കരിഞ്ഞത് വെറും ഇല മാത്രമാണ്, വാഴയില മാത്രം. ഇനി ഇല മാറ്റിയില്ല പറ്റില്ല. മീൻ നല്ല ഫ്രഷാ കണ്ടോ. സൂപ്പർ. അവളവിടെ അതിന്റെ വാല്
എങ്ങനെയുണ്ട്? എന്റെ ഭാര്യക്ക് ആകെ അറിയാവുന്നൊരു തൊഴിൽ എന്ന് പറയുന്നത് തൊലി കളയാന്നുള്ളതാണ്. അത് അവള് ചെയ്യുന്നുണ്ട്. അതല്ല, കുക്കുംബറിന്റെ തൊലിയും തക്കാളിയുടെ തൊലിയൊക്കെ കളയാറിയാം. തക്കാളിയുടെ തൊലി കളയേണ്ട ആവശ്യമില്ല. അതല്ല അതല്ല സാലഡൊക്കെ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. ഇവള് ഭയങ്കര ഹെൽത്തി അങ്ങനത്തെ ആളാണ്. മറ്റേ മീൻകറി, മുളകിട്ട മീൻകറി, തേങ്ങയിട്ട അതൊന്നും പറ്റില്ല. ഇത് കാണുമ്പോ ഇച്ചിരി കരിഞ്ഞ പോലെയൊക്കെ തോന്നലും കഴിച്ചു. ഇതിന്റെ അകം അത്യാവശ്യം നല്ല രീതിയിലാണ്. ടൊമാറ്റോ, പിന്നെ സവോള, പിന്നെ നമ്മൾ സോൾട്ട് ഇട്ടു, പെപ്പർ ഇട്ടു, ഇനി കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ മിക്സ് ചെയ്യുന്നില്ലേ? ഒന്ന് ഇളക്കിക്കോ, മിക്സ് ചെയ്യണ്ടേ? എന്നാലല്ലേ നമ്മുടെ